ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് തിങ്കളാഴ്ച. അപ്പോൾ ഞാനും നന്ദും കൂടെ ഒരുമിച്ച് പോകണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അവന് ലീവ് കിട്ടിയില്ല. അച്ഛനും അമ്മയും അറിയൊന്നുമില്ല ഞാൻ രാവിലെ അവിടെ എത്തുന്നു. ഇനിയിപ്പം അച്ഛനും അമ്മയൊക്കെ കാണുന്നേരം എന്തായിരിക്കും ഇങ്ങനെയിരിക്കും എന്നൊക്കെ അപ്പം നാളെ പോയാൽ അറിയാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ മടിവാളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നാണ് ബസ്. അങ്ങനെ ഇതാ ഞാൻ ബസ് കയറി. ബസ് ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് സ്ലീപ്പർ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. അങ്ങനെ ഞാൻ പാവണ്ടൂരെത്തിയ സുഹൃത്തുക്കളെ. ഇനി ഒരു 5 മിനിറ്റുകൾ വീട്ടിലേക്ക്. അയ്യോ എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുഴിച്ചിട്ട ചെടികളാട്ടോ. ആകെ 2 ചെട്ടിയുള്ളൂ. ഞാൻ വന്ന് കുറച്ച് സമയം അവിടെ നിന്നിട്ടോ. പുറത്ത് ആരും എന്നെ കണ്ടിട്ടില്ല. ഒരാൾ വെച്ച് വേറെ ആരുമല്ല, ലൂക്കാപ്പി ആളെന്നെ കണ്ട് പെട്ടെന്ന് പോയി കളഞ്ഞു. അമ്മ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാനെത്തിയത്. പിന്നെ സന്തോഷവും വിളിച്ച് പറയാണ്ട് വന്നതിൻ്റെ പരാതിയും പരിഭവവും അങ്ങനെ കുറച്ച് സീൻസ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. അങ്ങനെ അമ്മയോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ ശേഷം അടുത്ത ആളെത്തിട്ടോ. വിശേഷം പറയാം. ആദ്യ ആൾ എന്നെ കണ്ടപ്പോൾ ഓടി ഫ്രിഡ്ജിൻ്റെ അടിയിൽ പോയി ഒളിച്ചെങ്കിലും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് മെല്ലെ വന്നിട്ട് പിന്നെ അങ്ങ് സെറ്റായി. പിന്നെ മനസ്സിലായി ഞാൻ അവിടെ ഉള്ളതാണ്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമ്മ കൊഞ്ച് ഫ്രൈയും പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നവരെ ആലോചിച്ചിട്ടുള്ള കൊഞ്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ തള്ളല്ല, സത്യമായിട്ടും. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് തട്ടി മാറി. വീട്ടിലെത്തി അപ്പം തന്നെ കുളിച്ച് കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ നേരെ അടുക്കളയിൽ വന്ന് ഇവരെ കൂടെ അങ്ങോട്ട് കൂടി. അടുക്കള പണിയൊക്കെ ഒന്ന് സൈഡാക്കി ഞാനും അമ്മയും പച്ചമുളക് പറിക്കാൻ വേണ്ടി വയലിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ പുറകിലുള്ള വയൽ. ഇവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. വാഴ, കപ്പ, പച്ചമുളക്, പയറ്, പടവലം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ പച്ചമുളക് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും അമ്മയും കാഴ്ച കണ്ടത്. വേറൊന്നുമല്ല, അച്ഛൻ അവിടെ പശുക്കളോട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞങ്ങളതെങ്ങനെ നോക്കിയിരുന്നു. മുളക് ഇങ്ങോട്ട് കാണിക്കാമേ. ഇതാണ് ഞങ്ങളുടെ തോട്ടത്തിലെ മുളക്. വയലിൽ പോയി വന്നതിന് ശേഷം പിന്നെ എൻ്റെ പരിപാടി ഇതൊക്കെയായിരുന്നു കേട്ടോ. അടുക്കളപ്പണിയും പുല്ല് പറിക്കലും പശുവിനെ നോക്കലും അങ്ങനെ കുറച്ച് തിരക്കുകൾക്കിടയിൽ ഇങ്ങനത്തെ പണിയൊന്നും നോക്കാൻ അമ്മയ്ക്ക് നേരം ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ വന്നാൽ എൻ്റെ മെയിൻ പരിപാടി ഈ അടുക്ക് പെറുക്കി വെക്കലായിരിക്കും. അങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ട് കൂരേനെ പിടിക്കുന്നത്. കടലാസിൽ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ കർമൂസ പെട്ടെന്ന് പഴുക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് ഈ കർമൂസ പഴുക്കാത്തതോടെ ഇത് പിന്നെ ഇതിലേക്ക് തന്നെ വെക്കാം. ഇത് നമ്മുടെ വയലിലുണ്ടായിട്ടുള്ള പപ്പായാണ്. മഴ വരുന്നതിന് മുന്നേ വിറകെടുത്ത് വെക്കുന്ന തിരക്കിലായിരുന്നു അമ്മമ്മ. പിന്നെ കുറച്ച് സമയം ഷാഡോൻ്റെ അടുത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് ലൂക്കേനെ ഒന്ന് നടത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ നടക്കണം എന്ന് അവനും കൂടെ തോന്നണ്ടേ. അവസാനം എനിക്ക് തോറ്റ് പിന്മാറേണ്ടി വന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2ാമത്തെ റൗണ്ട് വിശന്നു. അപ്പോൾ പോയി ചക്കപ്പുഴുക്കും മീൻകറിയും കഴിച്ചു. അത് കഴിച്ച് എണീക്കാൻ നോക്കുമ്പോഴത്തേക്ക് അമ്മ അടുത്ത മീൻ പൊരിച്ച് കൊണ്ടിട്ടു. ഇങ്ങനെ പോയാൽ തടി വെക്കുന്ന ആലോചിച്ച് ടെൻഷൻ അടിച്ചെങ്കിലും ഞാൻ അത് മുഴുവൻ കഴിച്ചു തീർത്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോൾ എണീറ്റ് തറവാട്ടിലേക്ക് പോയി. തറവാട് നമ്മുടെ വയലിൻ്റെ അക്കരെയാണ് കേട്ടോ. തറവാട്ടിലാണ് നമ്മുടെ പശുക്കളൊക്കെ ഉള്ളത്. അമ്മ അതാ പാല് കൊണ്ടുവന്ന് അരിച്ചൊഴിക്കുകയാണ്. ഇതാണ് തറവാട് കേട്ടോ. ഇവിടെ വീട് പണിയാണ്. ഇതാണ് എൻ്റെ പാപ്പി. അപ്പോൾ പാപ്പൻ അവിടെ നിന്ന് വിറകൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ആ നടുക്കിരിക്കുന്ന ആളാണ് ഇവരുടെ പൂച്ചക്കുട്ടി കുഞ്ഞാപ്പി. അവിടുന്ന് പാപ്പിനോട് കുറച്ച് ബാംഗ്ലൂരിലുള്ള വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.